1.5 വർഷത്തിന് ശേഷമുണ്ടായ സമാധാനത്തിന് അല്പായുസ്. നിരീക്ഷകർക്ക് തെറ്റിയില്ല. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. വെടിനിർത്തൽ കരാറുകൾ ഒന്നും പാലിച്ച ശീലമില്ലാത്ത ഇസ്രായേൽ വീണ്ടും അത് ലംഘിക്കുകയാണ്. യുദ്ധഭീതി ജനങ്ങളുടെ മനസമാധാനം കെടുത്തുന്നു. നിശബ്ദതയെ താണ്ടി വെടിയൊച്ചകളും മിസൈലുകളുടെ ശബ്ദവും ഉയരുന്നു. നീണ്ട 1.5 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ലബനനിലും ഗാസയിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2 മാസം തികയുമ്പോഴേക്ക് തന്നെ ലബനനിൽ ഇസ്രായേൽ അത് ലംഘിച്ചുകൊണ്ട് കനത്ത ആക്രമണങ്ങൾ നടത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ബെഗാവാലിയിലും ലബനന്റെ സിറിയൻ അതിർത്തിയിലുമാണ് കഴിഞ്ഞ രാത്രി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് ലബനൻ ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. ഇസ്രായേലിന്റേത് വെടിനിർത്തൽ കരാറിന്റെ അപകടകരമായ ലംഘനവും വ്യക്തമായ അധിനിവേശവുമാണെന്നാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഹിസ്ബുള്ള നേതാവ് ഇബ്രാഹിം മുസാവി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം ലബനൻ തടയണമെന്നും മുസാവി ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നവംബർ 27-നാണ് ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. എന്നാൽ അതിനുശേഷം 83 പേരെയെങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലബനനിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയവർക്ക് നേരെയും സൈന്യം വെടിയുതിർത്തിരുന്നു. അതിനെ തുടർന്ന് 228 പേർക്ക് പരിക്കേറ്റിരുന്നു. ലബനനിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ ഇസ്രായേലിന് ന്യായീകരണങ്ങൾക്കൊട്ടും കുറവില്ല. ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആയുധ കേന്ദ്രങ്ങളും ആയുധം കടത്തുന്ന മേഖലയുമാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾക്ക് ന്യായീകരണമായി പറയുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സേനയെ ലബനനിൽ നിന്ന് പിൻവലിക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മേഖലയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുന്നത്. നവംബർ 27-ലെ വെടിനിർത്തൽ ധാരണ പ്രകാരം 60 ദിവസത്തിനകം ഇസ്രായേലി സേന തെക്കൻ ലബനനിൽ നിന്ന് പിന്മാറേണ്ടതാണ്. 2025 ജാനുവരി 31-ന് 60 ദിവസം പൂർത്തിയായി. എന്നാൽ ഇസ്രായേലിന്റെ സേന തെക്കൻ ലബനനിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിർദ്ദേശിച്ച നിബന്ധനകളിൽ നിന്നും പിന്മാറ്റമുണ്ടാവുകയാണെന്ന് കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കാലയളവിൽ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ലബനീസ് പ്രദേശങ്ങളിൽ നിന്ന് ഹിസ്ബുള്ള പിൻവാങ്ങണമെന്നും പകരം ലബനനിലെ ഔദ്യോഗിക സേനയെ വിന്യസിക്കണമെന്നുമുള്ള നിബന്ധനകൾ കരാറിന്റെ ഭാഗമായിരുന്നു. ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രള്ളയെയും മറ്റു മുതിർന്ന അംഗങ്ങളെയും നേരത്തെ തന്നെ ഇസ്രായേൽ വധിച്ചിരുന്നു. എന്നാൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അധികവും ബാധിച്ചത് ലബനനിലെ സാധാരണ ജനങ്ങളെയാണ്. സാധാരണക്കാരടക്കം 3000-ലധികം പേർ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. നിലവിൽ ലബനനിലെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പാലിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രദേശത്തു നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഘട്ടം ഘട്ടമായിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്.